ഇത്തരത്തിൽ വലിയ വാർത്തകൾ, ക്രൈം ന്യൂസൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരു ആശ്വാസത്തിന് ഇത്തരത്തിൽ ഡിവോഷണൽ സോങ്സ് ഒക്കെ കേൾക്കുക. താങ്കളുടെ പാട്ടുകളും അങ്ങനെ തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ. എനിക്കും അത് പറയാനുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇന്നത്തെ ഈ യുവജനം, ആ, കാരണം കഴിഞ്ഞ ഒരു 1-2 വർഷത്തിലേറെയായി ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് പെട്ടെന്ന് അവർ പ്രകോപിതരാകുകയും അപ്പം തന്നെ വളരെ രൂക്ഷമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഒന്നുകിൽ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ അടിച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുകയോ കുത്തിക്കൊല്ലുകയോ ഒക്കെയാണ്. ഇന്നിപ്പോൾ ഈസ്റ്ററിൻ്റെ സന്ദേശം തന്നെ ത്യാഗത്തിൻ്റെയാണ്. അതെ. കാരണം യേശുദേവനെ വളരെയധികം അന്നത്തെ കാലത്ത് ഉപദ്രവിച്ചു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ അന്ന് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഉപദ്രവിച്ചു, ഒരുപാട് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ക്രൂശിച്ചു. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ദൈവപുത്രനാണ് താനെന്ന് മനസ്സിലായിട്ട് പോലും തിരിച്ചൊന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ആൾക്കാർ എപ്പോഴും എങ്ങനെ പ്രതികരിക്കണം എന്ന് വിചാരിച്ച് തന്നെ നടക്കുന്ന പോലെയാണ്. ഈ കത്തിയൊക്കെ ആയിട്ട് എപ്പോഴും നടക്കുകയാണ് ആൾക്കാർ. അതെ, അതെ. അതാണ് ഇതിപ്പോൾ ആശുപത്രിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നാണ് ഏറെ ദാരുണം ആയിട്ടുള്ളത്. നമുക്ക് ഏതായാലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ, കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ അർജുൻ മട്ടന്നൂർ തരികയും ചെയ്തു. നമ്മൾ പറഞ്ഞു വന്നത് താങ്കളുടെ പുതിയ കാലത്തെ ആളുകളുമായി പ്രവർത്തിച്ച ഒരു അനുഭവത്തെക്കുറിച്ച്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് തന്നെ ഈ ഫാസ്റ്റ് നമ്പേഴ്സ് താങ്കൾക്കൊരു പുതിയ കാര്യമല്ല. മന്ത്രി കൊച്ചമ്മയൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വലിയ ആവേശത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടൊക്കെയാണല്ലോ. അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമല്ല. അല്ലെങ്കിൽ ഈ ന്യൂജൻ പാട്ട് എന്നൊക്കെ താങ്കൾ പറയേണ്ട കാര്യമില്ല. അന്നതൊരു ന്യൂജൻ ആയിരുന്നു മന്ത്രി കൊച്ചമ്മയൊക്കെ, അല്ലേ? അന്നത്തെ കാലത്ത് അത് ട്രെൻഡായിരുന്നു മന്ത്രി കൊച്ചമ്മ പാട്ടൊക്കെ, അല്ലേ? തീർച്ചയായും എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ ഡിസ്കോ ആണ് മറ്റേ ഒരു മധുരക്കിനാവിൻ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വന്നൊരു പാട്ടാണ് ഈ മന്ത്രി കൊച്ചമ്മ. അത് ഗോഡ് ഫാദർ എന്ന സിനിമയിലാണ്, 91-ലാണത് പാടുന്നത്. ഈ ഒരു ചേഞ്ചായിരുന്നു ഈ പറഞ്ഞ പോലെ. എനിക്കും അതേപോലെ ഈ ഫാസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ചും ഈ മാപ്പിളപ്പാട്ടിൽ ഞാൻ അങ്ങനെ ഒരു ശൈലി പിന്തുടർന്ന് വന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് കടുപിട് 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 എന്നുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മന്ത്രി കൊച്ചമ്മയിലെ പാട്ട് ആദ്യമേ തന്നെ എനിക്ക് തന്നെ അതിൻ്റെ മെലഡി മാറ്റി വെച്ചിട്ട് ഈ പാട്ടാണ് എനിക്ക് തന്നത്. അപ്പോൾ പിന്നെ പാട്ട് വന്നപ്പോഴത്തേക്ക് ഈ പാട്ടാണ് എൻ്റെ പ്രൈം പാട്ടായി. കാരണം ഇന്നിപ്പോൾ എല്ലാ ലോ കോളേജുകളിലും അതിന് ശേഷം എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഈ പാട്ട് തന്നെയാണ് വെക്കുക. ഇപ്പോഴും മറ്റേ ട്രോൾ ഇടുന്നതിലും ഒക്കെ കളിയാക്കുന്നതിനും ഒക്കെ ഇപ്പോഴും നമ്മൾ ആ പാട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ മകള് ഇവിടെ എറണാകുളം ലോ കോളേജിലാണ്, അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അവളും പറയുമായിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പാട്ട് തന്നെയാണ് അവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എടുത്തിടുന്നത്. അപ്പോൾ അങ്ങനെ മന്ത്രി കൊച്ചമ്മ ഒരു സൂപ്പർ ഹിറ്റായി അന്ന്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ആ ശൈലിയിലോട്ട് വരാനായിട്ട് എനിക്ക് സാധിച്ചു. കാരണം ഒരു കോളേജ് എന്താണെന്നും കോളേജിലെ കുട്ടികളുടെ പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ അതിനെപ്പറ്റി ഉണ്ടായിരുന്നു. ഡോക്ടർ ആകണം എന്ന് വിചാരിച്ച് വീട്ടുകാർ വിചാരിച്ച് പാട്ടുകാരനായതാണ് താങ്കളല്ലേ? അങ്ങനെ തീർച്ചയായും. അപ്പോൾ ഈ മുകേഷ് എൻ്റെ ബാച്ച്മേറ്റ് ആണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരേ സമയം പഠിച്ചതാണ്. അപ്പോൾ പിന്നെ കോളേജിൽ. അപ്പോൾ അന്നത്തെ ഈ പറഞ്ഞ പോലെ കൊല്ലം ഭാഷ പറഞ്ഞ വാളിത്തരങ്ങളും ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇതിനകത്ത് ആ പാട്ട് പാടിയത്. മുകേഷ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കൂടി സജീവമാണ്, MLA ആണ്, ഇപ്പോൾ MP ആവാൻ മത്സരിക്കുന്നു. സംസാരിച്ചിരുന്നോ പിന്നെ ഈ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുന്നുണ്ടോ? 4 മാസം മുമ്പായിരുന്നു ഞങ്ങൾ അവസാനം കണ്ടത്. അപ്പോൾ പിന്നെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. എന്നാലും ഈ പറഞ്ഞതുപോലെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ. ഇപ്പം ഓരോരുത്തരുടെ ഫീൽഡിൽ തിരക്കുള്ള ആൾക്കാരായതുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ ടൈപ്പ് പാട്ട് പാടാനുള്ളൊരു പ്രചോദനം അന്ന് കോളേജിൽ വെച്ച് ഉണ്ടായിരുന്ന അങ്ങനത്തെ ചില കാരണങ്ങളാണ്. അപ്പോൾ അതൊരു പിന്നെ ലോ കോളേജിലാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെപ്പറ്റി മാത്രമേ ഒന്ന് ചിന്തിച്ചുള്ളൂ. ഒരു റെഗുലർ കോളേജിൽ പോകുന്ന പോലെ അല്ലല്ലോ ഒരു ലോ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കുറച്ചും കൂടെ വേറൊരു ശൈലിയാണ് അവരുടെ രീതികളും. പ്രത്യേകിച്ചും പിന്നെ ലോയ്ക്ക് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് അതിൻ്റെ എന്താ പറയുക, മറ്റ് കോളേജിൽ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു സീരിയസ് സ്റ്റഡിയാണ്. അതെ. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് അന്നും ഇതുപോലെ എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുതരികയായിരുന്നു എസ് ബാലചന്ദ്ര. അത്യാവശ്യം നന്നായി പാടി. പിന്നെ സിദ്ദിഖും മറ്റേ ലാലും അറിയാമായിരുന്നു. ഞങ്ങളുടെ ഒപ്പം ഞാൻ അന്ന് ഗാനമേള നടക്കുന്ന കാലത്ത് ഞങ്ങളുടെ വേദികളിൽ അവരുടെ മിമിക്രിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു 80-82 കാലഘട്ടത്തിലൊക്കെ. ആ എവർഗ്രീൻ പാട്ട് കൂടി ഒന്ന് കേട്ട് കളയാമെന്നുണ്ട്. ഒരു 4 വരി പാടാം. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, ആർപ്പോ ഇറോ കൈകൊട്ടിപ്പാടാം, വരവേറ്റിടാം വരവെതിരേറ്റിടാം, ആചാര കഥന മുഴക്കിടാം, ടപ്പോ ടിപ്പോ
കല്യാണം കൂടാൻ കഴിയാത്തവരെ, കഥയറിയാത്തവരെ. ആഭ്യന്തരമന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ, ആഭ്യന്തരമന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ. ആനപ്പാറയിലച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം അമ്പൊമ്പൊമ്പൊമ്പൊമ്പൊമ്പൊമ്പൊ. ആ അവസാന ഭാഗത്താണ് അതിന്റെ കോർ കിടക്കുന്നത് അല്ലേ? ഒരു ചില മന്ത്രി കെട്ടാൻ പോകുന്ന കുട്ടിയെ കളിയാക്കുന്ന ഒരു, അപ്പം മന്ത്രി കൊച്ചമ്മയെന്ന് അന്നേരം തന്നെ അവരങ്ങ് വിളിക്കുകയാണ്. അതെ, വിളിച്ചുകൊണ്ട് പിന്നെ ഈ പറഞ്ഞാലേ അമ്പൊമ്പൊമ്പൊമ്പൊ എന്നുള്ളൊരു അതിശയമാണ് അവസാനം കൊണ്ടുവന്ന്. അതാണ് ചെറിയ കുട്ടികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു ശൈലിയായിരുന്നു ആ പാട്ടും. ഞങ്ങൾ